പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ അവർ ഏറ്റുവാങ്ങിയതാണ്. അതിനുശേഷം വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ അവർക്കെതിരെ ഉയർന്നു. അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇതാ ശ്വേതാ മേനോൻ തിളക്കമാർന്ന വിജയത്തിലൂടെ അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. ലിഡിയ ജേക്കബ്, ലിഡിയ, നമുക്ക് ആ ലീഡ്, അപ്പം വോട്ടിംഗ് ആർക്കൊക്കെ എത്ര വോട്ടുകൾ ലഭിച്ചു, ആ വോട്ടെണ്ണലിന്റെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ലഭിക്കേണ്ടത്. അത് എപ്പോഴത്തേക്ക് കിട്ടും? അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടിംഗിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്ര ഭൂരിപക്ഷത്തിലാണ് ശ്വേതാ മേനോന്റെ വിജയം എന്നത് സംബന്ധിച്ചൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. അതായത് വലിയ ഭൂരിപക്ഷമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ശ്വേതാ മേനോൻ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം കുക്കു പരമേശ്വരനും ജയിച്ചിട്ടുണ്ട്. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു വനിത കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല മറ്റ് സ്ഥാനങ്ങളിലേക്ക്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. ലക്ഷ്മി പ്രിയ കൂടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ വനിതകളുടെ എണ്ണം 3 ആകും. ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റൊന്നുള്ളത്, ബാക്കി എല്ലാ സ്ഥാനങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മാത്രമേ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 5 സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഈ ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 5 മണിയോടെ നമുക്ക് ഏകദേശം അന്തിമ ചിത്രം ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ചരിത്ര വിജയം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അമ്മയെ സംബന്ധിച്ചിടത്തോളം 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ വിജയം തന്നെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വലിയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷമാണ് അമ്മ ഇത്തരത്തിൽ ഒരു ഇതിലേക്ക് വരുന്നത്, ഒരു വനിത നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് അമ്മയുടെ ഭരണസമിതി രാജിവെക്കുകയും പിന്നീട് അത് അത്തരത്തിലൊരു വലിയ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ശേഷം സംഘടന ആകെ കലുഷിതമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അഡ്ഹോക് കമ്മിറ്റി അത് ഏറ്റെടുത്തെങ്കിൽ പോലും വലിയ ആരോപണങ്ങളും വലിയ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വീണ്ടും കഴിഞ്ഞ മാസം ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലേക്ക് വരുന്നു. പിന്നീട് മത്സര ചിത്രം തെളിയുന്നു. ശ്വേതാ മേനോൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ട്രഷറായി ഉണ്ണി ശിവപാലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റിലേക്ക് മത്സരിച്ചിരുന്ന മറ്റൊരാൾ അനൂപ് ചന്ദ്രനാണ്. അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി ശിവപാൽ ട്രഷറായിരിക്കുന്നത്. ലിഡിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും വലിയ വിവാദങ്ങളും പ്രത്യാരോപണങ്ങളും. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ തന്നെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന കേസ് പോലും ഉയർന്നു വന്നൊരു ഘട്ടം. ആ തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു അവസരം. ഇനിയിപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയും ഈ സംഘടനയിലെ തന്നെ ഒരു സംഘം വനിതാ അംഗങ്ങൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ശ്വേതാ മേനോനും കുക്കുവും ഈ തലപ്പത്തേക്ക് വരുമ്പോൾ ആ വിജയത്തെ എങ്ങനെയാകും അടയാളപ്പെടുത്തേണ്ടത്? അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സെയ്ഫുൽ, കുക്കുവിനെയും ശ്വേതാ മേനോനെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മത്സര ചിത്രം തെളിഞ്ഞതിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് വലിയ ആരോപണങ്ങൾ ഇവരെ തേടിയെത്തുന്നത്. അതായത് ഈ കുക്കുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അംഗങ്ങൾ തന്നെ, അതായത് സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ വലിയ രീതിയിൽ കുക്കുവിനെതിരെ രംഗത്ത് വരുന്നു. മെമ്മറി കാർഡ് വിവാദം ഉന്നയിക്കുന്നു. കുക്കു ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അത് DGPക്ക് അടക്കം പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ കുക്കു നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുക്കുവിന്റെ വിജയം. ഇപ്പോൾ അമ്മയുടെ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. നമുക്കിപ്പോൾ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കും അധ്യക്ഷ പദവിയിലേക്കുമുള്ള വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിൽ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം, മോഹൻലാലും സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖരെല്ലാം അവിടെ എത്തി വോട്ട് ചെയ്തിരുന്നു.
ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 1 മണിവരെ ഉള്ള വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചതിരിഞ്ഞ് വോട്ടെണ്ണലിലേക്ക് കടന്നത്. ആ വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷ പദവി ഇനി അലങ്കരിക്കുന്നത് ശ്വേതാ മേനോനാണ്. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത പ്രസിഡന്റാകുന്നു. പ്രതികരണങ്ങളിലേക്ക്. അത് സ്ത്രീകൾ തെളിയിക്കും. ഭൂരിപക്ഷം ആൾക്കാർ അവരാ ജയിച്ചത്. ബൈജുവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ താരങ്ങളുടെ ഇപ്പോൾ ശ്വേതാ മേനോന്റെയും കുക്കുവിന്റെയും ഒക്കെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ് പ്രധാനപ്പെട്ട നടന്മാർ എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അവരിൽ ആരൊക്കെ പ്രതികരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട്. ലിഡിയ നേരത്തെ സൂചിപ്പിച്ചു വന്നിരുന്ന കാര്യം ഇത് തന്നെയാണ്. തിളക്കം മാറുന്ന വിജയമാണ് ശ്വേതാ മേനോനും കുക്കുവും നേടിയിരിക്കുന്നത്. പക്ഷേ ആ സംഘടനയിൽ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഈ പ്രധാനപ്പെട്ട പദവികളിലേക്ക് ഇവർ മത്സരിക്കാൻ ഒരുങ്ങിയപ്പോൾ, അതിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ മുൻപെപ്പോഴോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ബോധപൂർവം ആരോപണങ്ങളും വിമർശനങ്ങളുമായി ഇവർക്കെതിരെ രംഗത്ത് വരുന്ന നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ ആ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട് ശ്വേതയും കുക്കുവും ഇതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അപ്പോൾ ഈ രണ്ടുപേരെയും ഇപ്പോൾ എന്തുകൊണ്ടാണ് പഴയ ഭരണസമിതിക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്നത് എന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. സാക്ഷാൽ മോഹൻലാലിന് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ആ സംഘടന പിരിച്ചുവിടേണ്ടത്. കഴിഞ്ഞ ഭരണസമിതി പിരിച്ചുവിടേണ്ടത്.